എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കണമെങ്കിൽ നാം എങ്ങനെ പ്രാർത്ഥിക്കണം? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. നാം ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുവോ അത് സാധിച്ചാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ഉത്തരം ലഭിച്ചു എന്ന് അനേകർ കരുതുന്നു. കാര്യം നടന്നില്ലെങ്കിൽ അവ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളായി മുദ്രയിടപ്പെടുന്നു. ഇത് പ്രാർത്ഥനയെ പറ്റിയുള്ള തെറ്റായ ധാരണയാണ്. തന്നെ നോക്കി നാം പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ദൈവം നമുക്ക് ഉത്തരമരുളുന്നു. ചിലപ്പോൾ ഇല്ല എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ല എന്നോ ദൈവം പറയാറുണ്ട്. എന്നാൽ തൻ്റെ ഹിതത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളാമെന്ന് അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നു എങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും നാം അറിയുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായം 14-15 വചനങ്ങളാണ് ഈ പറഞ്ഞത്. ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവം തൻ്റെ വചനത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾക്കായി അഥവാ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വവും സ്തുതിയും കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെയാണ് ദൈവഹിതത്തിൽ പ്രാർത്ഥിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ നാം ചോദിക്കുകയോ ദൈവപ്രസാദമല്ലാത്ത കാര്യങ്ങൾ നാം ആഗ്രഹിക്കുകയോ ചെയ്താൽ നാം ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം നൽകി തരില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് തരാമെന്ന് അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭർഷിക്കാതെ എല്ലാവരും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കുമെന്ന് യാക്കോബ് 1-ാം അധ്യായം 5-ാം വചനത്തിൽ കാണുന്നു. ദൈവവചനം നാം എത്രത്തോളം മനസ്സിലാകുമോ അത്രത്തോളം നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും മനസ്സിലാക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7-ാം വചനം. ഏതു വിഷയത്തിനു വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവവചനമായ സത്യവേദ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ഉവ്വ് എന്നുള്ള ഉത്തരം ദൈവത്തിൽ നിന്ന് അനേകം പ്രാവശ്യം കേൾക്കുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയും ദൈവഹിതത്തിനനുസരിച്ച് ഇരിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.